إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا قال الله تعالى في قرآن الكريم أيضا أعوذ بالله من الشيطان الرجيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين സ്നേഹാദരണീയരായ വിശ്വാസിനികൾ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും കാത്ത് സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുവാൻ അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവും. മനുഷ്യന്റെ ആരംഭകാലം മുതൽ അവൻ്റെ മഈഷത്ത്, അവൻ്റെ ഉപജീവനം, അതിനുവേണ്ടി അവൻ ആശ്രയിക്കുന്ന സുപ്രധാനമായ രണ്ട് മേഖലകളാണ്. ഒന്ന് കൃഷി, ഒന്ന് കച്ചവടം എന്ന്. ഇത് രണ്ടും ആണ് പ്രധാനപ്പെട്ട ജോബുകൾ. ഇന്ന് ആ ഒരു മേഖല വിശാലമായി തുറന്നു വന്നിട്ട് ആതുര സേവനം, പണ്ട് കാലങ്ങളിലൊക്കെ ഗ്രാമങ്ങളിൽ, പരിസരങ്ങളിലുള്ള ഗ്രാമങ്ങളിലേക്കെല്ലാം കൂടി ഒരു വൈദ്യൻ അദ്ദേഹം ഇങ്ങനെ നടക്കലാണ്. അധ്യാപനം, ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ കാലം. വിദ്യാർത്ഥികൾ എന്തെങ്കിലും ദക്ഷിണയായി കൊടുക്കുന്നത് മാത്രമായിരുന്നു ഭക്ഷണം. ഇന്ന് എല്ലാ മേഖലയും വരുമാനത്തിന്റെ മേഖലകളായി മാറിയിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമാണ് കച്ചവടം എന്ന്. ധാരാളം ആളുകൾ ആ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കച്ചവടങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലാനിങ്ങുകളൊക്കെ ആളുകൾ നടത്താറുണ്ട്. പഠനങ്ങൾ, ഏത് കച്ചവടം ചെയ്താലാണ് കൂടുതൽ ലാഭം കിട്ടുക, ഇൻവെസ്റ്റ്മെന്റ് ഏതാണ് കുറയുക, ഏത് കച്ചവടം ചെയ്താലാണ് ലാഭം കൂടുക, ഏറ്റവും കൂടുതൽ ലാഭം. കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കലും വാങ്ങലാണ്. അങ്ങോട്ട് പണം കൊടുക്കുന്നു, ഇങ്ങോട്ടൊരു ഗുഡ്സ് ഓർ സർവീസ്, വസ്തു വാങ്ങുന്നു, അല്ലെങ്കിൽ സേവനം ഇങ്ങോട്ട് വാങ്ങുന്നു. ഒന്ന് കൊടുത്തൊന്ന് വാങ്ങൽ. ഏറ്റവും വലിയ ലാഭമുള്ള കച്ചവടം ഖുർആൻ പഠിപ്പിച്ചൊരു കച്ചവടം. അത് ഏറ്റവും നിസ്സാരമായ വസ്തു അങ്ങോട്ട് കൊടുത്തിട്ട് ഒരിക്കലും വിലമതിക്കാൻ കഴിയാത്തൊരു സാധനം അങ്ങോട്ട് തിരിച്ചു വാങ്ങൽ. ആ കച്ചവടത്തിന് നിങ്ങൾ ആരെങ്കിലും ഒരുക്കണ്ടോ?
ആ കച്ചവടം ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരാണോ? ആ കച്ചവടത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് കിട്ടാവുന്ന നേട്ടങ്ങൾ, ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നു. വിശ്വാസികളായ മുസ്ലിം ഉമ്മത്ത് രണ്ട് വിധമാണ്. ഒന്ന്, ഒരു വിലയില്ലാത്തത് അങ്ങോട്ട് കൊടുത്ത് മൂല്യമേറിയത് ഇങ്ങോട്ട് വാങ്ങുന്ന കച്ചവടം ചെയ്യുന്ന ചില ആളുകൾ. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, ഏറ്റവും മൂല്യമേറിയത് അങ്ങോട്ട് കൊടുത്ത് ഒരു വിലയില്ലാത്ത സാധനം ഇങ്ങോട്ട് വാങ്ങും. ഏറ്റവും മൂല്യമേറിയത് അത് പരലോക ജീവിതം. ഒരു വിലയും കൽപ്പിക്കേണ്ടതില്ലാത്തത് ദുനിയാവ്. ദുനിയാവ് വിറ്റ് ദുനിയാവിൽ എന്താണോ ഉള്ളത് അതാണ് ഒഴിവാക്കിയിട്ട് പകരം ആഖിറത്തിനെ സ്വീകരിച്ച ഒരു വിഭാഗം ആളുകൾ. പരലോകത്തെ വിറ്റ് ദുനിയാവിനെ സ്വീകരിച്ച വിഡ്ഢികളായ വേറെ കുറെ ആളുകൾ. വിശാലമായി കിടക്കുന്ന ഒരു മേഖല, ചെറിയ സൂചനകൾ മാത്രമല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 111 ആയത്ത് അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ഇസ്തറാ, അള്ളാഹു വാങ്ങിയിരിക്കുന്നു, മിനൽ മുഅ്മിനീന, മുഅ്മിനുകളിൽ നിന്ന്, അൻഫുസഹും വ അംവാലഹും, അവരുടെ ശരീരങ്ങളെ, അവരുടെ സമ്പത്തിനെ അല്ലാഹു അങ്ങോട്ട് വാങ്ങിയിട്ടു. ബിഅന്ന ലഹുമുൽ ജന്ന, അതിനു പകരം അവർക്ക് ആ കച്ചവടത്തില്, ആ ഇടപാടില് അവർക്ക് നൽകിയ ഓഫർ പകരം സ്വർഗം കൊടുക്കാൻ. ആ ആളുകൾ, ഈ ഇടപാട് നടത്തിയ ആളുകൾ സ്വന്തം നഫ്സിനെ ദീനിന്റെ വിഷയത്തിൽ പരിശ്രമിക്കേണ്ട മേഖലകളിലേക്ക് മുഴുവൻ തന്റെ ശരീരത്തെ സമർപ്പിച്ചവൻ. നോമ്പ് ശരീരത്തിന് കുറച്ച് അധ്വാനമുള്ള കാര്യം. ദുനിയാവിന്റെ സുഖം ആണ് വിറ്റിട്ട് ആ ശരീരത്തിന് ആ പ്രയാസം ഏറ്റെടുത്ത് ആഖിറത്തിലെ നരകത്തിൽ നിന്നുള്ള അകൽച്ച അത് സ്വീകരിക്കുന്ന ആ ഒരു ഇടപാടിൽ ഏർപ്പെട്ടവൻ. സമ്പത്ത് അത് സക്കാത്തായും സദഖകളായും എവിടെയാണോ ആവശ്യങ്ങൾ, ആവശ്യമുള്ളിടങ്ങളിലേക്ക് അതങ്ങ് കൊടുത്ത് അതിന്റെ പിറകെ കടിച്ചു തൂങ്ങി പോവാതെ, അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ദുഃഖത്തിന്റെ ഭാരത്തിലേക്ക് മനസ്സിനെ വഴിതിരിച്ചു വിടാതെ അതങ്ങ് സഹിച്ച് പകരം സ്വർഗത്തെ വാങ്ങിയ ആളുകൾ. യുഖാതിലൂന ഫീ സബീലില്ലാഹ് വയഖ്തുലൂൻ വയഖ്തലൂൻ, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നു, അവർ അങ്ങോട്ട് യുദ്ധം ചെയ്യുന്നു, അവർ ഇങ്ങോട്ട് കൊല്ലപ്പെടുന്നു. വഅദൻ അലൈഹി ഹഖൻ ഫിത്തൗറാത്തി വൽ ഇൻജീൽ വൽ ഖുർആൻ, ഈ കച്ചവടത്തിൽ അഗ്രിമെന്റ്, വഅദൻ വാഗ്ദാനം, ശരീരത്തെ, സമ്പത്തിനെ റബ്ബിന് വിറ്റ് റബ്ബിൽ നിന്ന് സ്വർഗം തരാം എന്ന കരാർ, ആ കരാർ ഹഖൻ ഫിത്തൗറാത്തി വൽ ഇൻജീൽ വൽ ഖുർആൻ, ഖുർആനിലൂടെ, ഇൻജീലിലൂടെ, തൗറാത്തിലൂടെ ബനു ഇസ്രായേലിലേക്ക്, യഹൂദരിലേക്ക്, നസാറാക്കളിലേക്ക്, ഈ ഉമ്മത്തിലേക്ക് ഒക്കെ റബ്ബ് നടത്തിയ ഒരു വാഗ്ദാനമാണ്. ഇങ്ങനെ ഒരു കച്ചവടത്തിന് ആരാണ് ഒരുക്കമുള്ളത് എന്ന്. വമൻ ഔഫാ ബിഅഹദിഹി മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള അഹദ്, ആ കരാറിനേക്കാൾ കരാർ പൂർത്തീകരിക്കുന്ന ആരാ ഉള്ളത് എന്ന്. ദുനിയാവിൽ കുറെ അഗ്രിമെന്റ് എഴുതലുണ്ട് അല്ലെ? ആ അഗ്രിമെന്റിന്റെ 99.99% അത് ലംഘിക്കല. അഗ്രിമെന്റുകൾ പാലിക്കപ്പെടാറില്ല ഇടപാടുകളില്. അള്ളാഹുവുമായി നടത്തിയ ഈ ഇടപാടിൽ അവനേക്കാൾ ഇടപാട് പൂർത്തീകരിക്കുന്നവൻ, കരാർ പാലിക്കുന്നവൻ മറ്റാരാണുള്ളത്? അതുകൊണ്ട് തന്നെ ഫസ്തബ്ശിറൂ ബിബൈഇകുമുല്ലദീ ബായഅതും ബിഹി, ഫസ്തബ്ശിറൂ, സന്തോഷ വാർത്ത അറിയിക്കുക. ബിബൈഇകുമുല്ലദീ ബായഅതും ബിഹി, അല്ലാഹുവുമായി നടത്തിയിട്ടുള്ള ഈ ബൈഅ് എന്ന് പറഞ്ഞാൽ ഇടപാട്, കച്ചവടം, ആ കച്ചവടത്തിൽ റബ്ബുമായി നടത്തിയിട്ടുള്ളത് ഒരു വലിയ നല്ല ഇടപാടാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. വദാലിക ഹുവൽ ഫൗസുൽ അളീം, അതാണ് ഏറ്റവും വമ്പിച്ച വിജയം എന്ന് പറയുന്നത്. അതിനിസ്സാരമായ, ദുർബലമായ, ന്യൂനതകൾ ബാധിക്കുന്ന ഈ ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ എല്ലാം നിസ്സാരം. ചന്ദ്രൻ ആകാശത്ത് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിങ്ങനെ പ്രകാശം പരത്തി നിൽക്കുക. പക്ഷേ ഒരു ഗ്രഹണം ബാധിച്ചാൽ കഴിഞ്ഞു അതിൻ്റെ. സൂര്യൻ നിറഞ്ഞു തിളങ്ങി ഇങ്ങനെ നിൽക്കുക, അസ്തമിച്ചാൽ കഴിഞ്ഞു, പിന്നെ ഒരു ഉപകാരമില്ല.
എന്താണോ ദുനിയാവിലുള്ളത് അത് മുഴുവൻ രോഗം ബാധിക്കുന്നവയും അസ്തമിച്ചു പോകുന്നവയും ഗ്രഹണം ബാധിക്കുന്നവയും മരിച്ചു പോകുന്നവയും എല്ലാമാണ്. പക്ഷേ അൽ ഹയ്യായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നടത്തുന്ന ഇടപാട്, ആ ഇടപാട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല. അത് തൗറാത്തിൽ ഇഞ്ചിലും പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആനിലും അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ ഖുർആനിൽ പഠിപ്പിച്ചത്? അത് സൂറത്ത് സഫിന്റെ 10, 11, 12, 13, 14 ആയത്തുകളിൽ. ആരുമായ ഇടപാട്? വിശ്വാസികളുമായി കൊണ്ട്. എന്താ അല്ലാഹു പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഹൽ അദുല്ലുകും അലാ തിജാറ, നിങ്ങൾക്ക് ഞാൻ ഒരു കച്ചവടത്തെ സംബന്ധിച്ച് അറിയിച്ചു തരട്ടെയോ? തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകുന്ന ഒരു ഇടപാട്. ആ ഇടപാടിൽ നിങ്ങൾ വിജയിച്ചാൽ, ആ കച്ചവടത്തിൽ നിങ്ങൾക്ക് വിജയിച്ചാൽ, ദുനിയാവ് നിങ്ങൾ കൊടുത്താൽ പകരം നിങ്ങൾക്ക് ലഭ്യമാകാനിരിക്കുന്നത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. എന്താണ് ആ ഇടപാട്? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലുമുള്ള ശക്തമായ ഈമാനാണ്. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടുള്ള അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് ഇൽമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിവരമുണ്ടോ? കുറച്ചും കൂടി ലളിതമായി പറയാം, നിങ്ങൾക്ക് അന്തണ്ടോ, നിങ്ങൾക്ക് ബോധമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഇടപാടാണ് നല്ല ഇടപാട്. അല്ലാഹുവിലുള്ള ഈമാനും തനിക്ക് ലഭ്യമായ സമ്പത്തും ശരീരങ്ങൾ കൊണ്ടുള്ള ആ ജിഹാദിന് സന്നദ്ധനായി നരകത്തിൽ നിന്ന് മോചനം നേടാൻ ആരാണോ സന്നദ്ധതയുള്ളവൻ, അത് അതിനേക്കാളും വലിയ നല്ല വേറെ കച്ചവടമല്ല. എന്താണ് അതിന്റെ നേട്ടം? യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. വയുദ്ഖിൽകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കും. വമസാകിന ത്വയ്യിബതൻ ഫി ജന്നാത്തി അദൻ, നിത്യവാസത്തിന്റേതായ സ്വർഗ്ഗലോകത്ത് ഇവിടെ നിങ്ങൾക്ക് മസാകിന ത്വയ്യിബ, വിശിഷ്ടമായ ഭവനങ്ങളുണ്ട്. ദുനിയാവിൽ അവനാൻ പാർക്കണ പെരയും വീടും ഹദീസുകൾ പഠിപ്പിച്ച സ്വർഗലോകത്തെ വീടും ഒന്ന് താരതമ്യം ചെയ്താൽ ഏത് പെരയാണ് വേണ്ടത്? ദുനിയാവിലെ പെരക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കാതെ, സ്വതക്ക കൊടുക്കാതെ, സമൂഹത്തെ പരിഗണിക്കാതെ ആ സമ്പത്ത് കൊണ്ട് പരലോകത്തെ മറന്ന് പരലോകത്തെ വിറ്റ് ദുനിയാവിൽ പെര കൊണ്ട് ആസ്വദിക്കണോ? അതല്ല ഉള്ളതിൽ ലഭ്യമായി തൃപ്തിപ്പെട്ട് ചെറുതെങ്കിൽ ചെറുതിൽ സംതൃപ്തനായി പരലോകത്തേക്ക് വേണ്ടിയുള്ള നിക്ഷേപം നടത്തണോ? തീരുമാനിക്കേണ്ടത് നമ്മളാണ്, ഏത് കച്ചവടമാണ് വേണ്ടത് എന്നുള്ളത്. ഇങ്ങനെ ഒരു ഇടപാടുണ്ട്, അത് അള്ളാന്റെ വാഗ്ദാനാണ്. ആ വാഗ്ദാനം, അവനേക്കാൾ കൂടുതൽ വാഗ്ദാനം പാലിക്കുന്നവൻ മറ്റാരുമില്ലെന്ന് അറിയിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് ദാലിക്കൽ ഫൗസുൽ അലീം, സൂറത്ത് തൗബയുടെ 111-ാമത്തെ ആയത്തിന്റെ അതേ വാചകം കലിമത്ത് കൊണ്ടാ അല്ലാഹു ഇവിടെ അവസാനിപ്പിച്ചത്. ദാലിക്കൽ ഫൗസുൽ അലീം, അതാണ് വമ്പൻ വിജയം, മഹത്തായ ഗൗരവമുള്ള വിജയം എന്ന് പറയുന്നത്. കുറെ ആളുകൾ ഈ കച്ചവടത്തിൽ ജയിച്ചു പോയവരുണ്ട്. 2 ഉദാഹരണം മാത്രം. ഒന്ന്, മഹാനായ സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു. റൂമി എന്ന് പറഞ്ഞാൽ റോമക്കാരനാ. അദ്ദേഹം റോമക്കാരനല്ല, അദ്ദേഹത്തിന്റെ മുടി ചെമ്പൻ മുടിയായിരുന്നു, ചെമ്പിച്ച മുടിയായിരുന്നു. അപ്പൊ ആളുകൾ റോമക്കാരുടെ മുടി ചെമ്പനായ, അതുകൊണ്ട് അടിമയായി പിടിക്കപ്പെട്ട് മക്കയിലേക്ക് വന്നത് അറബിയാണ്, സുഹൈബ് അറബിയാണ് റളിയല്ലാഹു അൻഹു. ആ മുടി അങ്ങനെ ആയതുകൊണ്ട് കൂടെ റോമക്കാരൻ എന്ന് മക്കാരൊക്കെ കൂട്ടി വിളിച്ചത്. മക്കയിൽ വന്നു, അടിമയായി അദ്ദേഹം അതിൽ നിന്ന് മോചനം നേടി കച്ചവടം ചെയ്ത് ഒരുപാട് സമ്പത്തിന്റെ ഉടമയായി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉദിച്ചുയർന്നപ്പോൾ പ്രവാചകനിൽ വിശ്വസിച്ചു. എല്ലാവരും ഹിജ്റ പോണ കൂട്ടത്തില് സുഹൈബുർ റൂമിയും പോണ കൂട്ടത്തില് മക്കയിൽ വെച്ച് താൻ സമ്പാദിച്ച സമ്പത്ത് അത് കൂടെ കൊണ്ടുപോകാൻ പറ്റൂല. കാരണം മക്കത്തുള്ള ആളുകളൊക്കെ തെരഞ്ഞു നടക്കുക, വഴിയിൽ നിന്ന് അവർ കിട്ടിയാൽ അവരത് മോഷണം നടത്തും, ആക്രമിച്ചും കൊള്ളയടിക്കും. അതുകൊണ്ട് മക്കയിൽ ഒരു ഭാഗത്ത് അദ്ദേഹം അത് കുഴിച്ചിട്ടു. അദ്ദേഹത്തിന്റെ ഒരു ആയുസ്സിന്റെ സമ്പാദ്യം മുഴുവൻ മക്കയിൽ കുഴിച്ചിട്ട് മദീനയിലേക്ക് ഹിജ്റ പോവുക. സുഹൈബുർ റൂമി പോണ വിവരം അറിഞ്ഞപ്പോ മക്കക്കാരെല്ലാരും കൂടി പിറകെ കൂടി. രക്ഷയില്ലാതെ കണ്ടപ്പോ സുഹൈബ് റളിയല്ലാഹു അൻഹു ഒരു മലമുകളിലേക്ക് കയറി. നല്ല വിദഗ്ധനായ അമ്പെയ്ത്തുകാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് കയറി വന്നാൽ ഞാൻ അമ്പെയ്യും. അവർക്ക് ഉറപ്പാണ്, കേറിയാൽ ആള് മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവര് ഒഴിഞ്ഞു പോകാനും തയ്യാറായില്ല. അവസാനം അവര് തമ്മിൽ ഒരു അഗ്രിമെന്റിലെത്തി. സുഹൈബ് പോണെങ്കിൽ പോയിക്കോ,
മദീനത്തേക്ക് പോയിക്കോ. പക്ഷേ മക്കയിൽ വെച്ച് എന്ത് സമ്പാദിച്ചുവോ ആ സമ്പാദ്യം മുഴുവൻ അവിടെ വിട്ടേച്ചു പോകണം. അത് എവിടെ ഉണ്ട് എന്ന് പറയണമെന്നാണ്. സുഹൈബ് പറഞ്ഞു, ശരി, ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ട്, പോയി എടുത്തോളിന്ന്. അവര് പോയി, അത് അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. അവരത് സ്വീകരിച്ചു. സുഹൈബിന്റെ പാട്ടിൽ ഹിജറക്ക് പോകാൻ വേണ്ടിയിട്ട് മക്കക്കാര് അനുവാദം കൊടുക്കുക. തന്റെ സമ്പത്തിന്, ദുനിയാവിലെ സമ്പാദ്യത്തെ മുഴുവൻ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടി വിറ്റവനായിരുന്നു സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. മറ്റൊരു ചരിത്രം മഹാനായ അബ്ദുല്ലാഹിബിനു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ പത്നി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ മാ കാന ലിൽ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. അവിടെ മുഅ്മിൻ എന്ന് പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്. മുഅ്മിനത്ത് എന്ന് ഖുർആൻ പറഞ്ഞത് സൈനബ് റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചാണ്. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം രാത്രി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക. ഒരു പറഞ്ഞു, നമുക്കൊന്ന് മാറിയിരുന്ന് ഒന്ന് ദുആ ചെയ്താലോ? ശരി, നമുക്ക് ദുആ ചെയ്യാം. സഅദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, റബ്ബേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ച് മക്കയിലെ മുശ്രിക്കുകളുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് എനിക്ക് നേരെ ധാരാളം ശത്രുക്കൾ കടന്നു വരികയും അവരെ മുഴുവൻ വെട്ടിവീഴ്ത്തിക്കൊണ്ട് ഇസ്ലാമിന് വിജയമുണ്ടാക്കി കൊടുക്കാൻ നീ എന്നെ സഹായിക്കുകയും ചെയ്യണമേ എന്ന്. അബ്ദുല്ലാ ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അളിയൻ, ഭാര്യ, സഹോദരൻ, റസൂലുള്ളാഹിയുടെ അമ്മായി, ഉപ്പയുടെ പെങ്ങൾ ഉമൈമ റളിയല്ലാഹു തആല അൻഹയുടെ മകൻ കൂടിയാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, നാളെ ഉഹദിന്റെ മണ്ണിൽ വെച്ച് ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് എനിക്കുള്ള കഴിയുന്ന ആ കഴിവ് മുഴുവൻ പൂർത്തീകരിച്ചതിന് ശേഷം ശത്രുവിന്റെ വെട്ടേറ്റ് ഞാൻ മരണപ്പെട്ടു വീഴുകയും ഞാൻ ഷഹീദാവുകയും എന്റെ ചെവിയും എന്റെ മൂക്കും ശത്രുക്കൾ അരിഞ്ഞെടുക്കുകയും ചെയ്യണം. എന്നിട്ട് നാളെ ഞാൻ ഖിയാമത്ത് നാളിൽ മൂക്കില്ലാതെ ചെവിയില്ലാതെ കടന്നു വരുമ്പോ എന്ത് പറ്റി അബ്ദുള്ള എന്ന് അള്ളാഹു എന്നോട് ചോദിക്കുമ്പോൾ, റബ്ബേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ എന്റെ ശരീരത്തെ ഞാൻ സമർപ്പിച്ചു എന്ന് എനിക്ക് പറയാൻ അവസരം ഉണ്ടാക്കി തരണം എന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ഉഹദ് കഴിഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 35ഓളം വരുന്ന പ്രഗത്ഭരായ സഹാബത്ത് മരണപ്പെട്ട് കിടക്കുന്നു. ആ 70ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, ഷഹീദായി. 35ഓളം വരുന്ന ആളുകളുടെ ശരീരത്തെ ശത്രുക്കൾ ഛിന്ന ഭിന്നമാക്കിയിരുന്നു. കൂട്ടത്തിൽ ചെവി അറുക്കപ്പെട്ട, മൂക്കറുക്കപ്പെട്ട നിലയിൽ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് കണ്ടപ്പോൾ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു തലേ ദിവസത്തെ പ്രാർത്ഥനയെ സ്മരിക്കുന്നുണ്ട്. അല്ലാഹുവേ, അബ്ദുള്ള നിർവഹിച്ച ദുആ എത്രമാത്രം ഗൗരവമേറിയ പ്രാധാന്യമർഹിക്കുന്ന ദുആ ആണ് എന്നുള്ളത്. തന്റെ ശരീരത്തെ ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധരായ, നരകത്തിലുള്ള മോചനത്തിന് വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടി ഇഹലോകത്തെ വിൽക്കാൻ, ശരീരത്തെ വിൽക്കാൻ, സമ്പത്തിനെ വിൽക്കാൻ സന്നദ്ധരായ ഒരു വിഭാഗം ആളുകൾ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. അതൊരു നല്ല കച്ചവടമാണ്, അതൊരു നല്ല ഇടപാടാണ്. വേറൊരു വിഭാഗം ആളുകളുണ്ട് ഈ ഉമ്മത്തിൽ. ആരാണ് അവര്? അവര് ആഖിറ അങ്ങോട്ട് വിൽക്കും, ആഖിറത്തിൽ കിട്ടാനുള്ള നേട്ടങ്ങളൊക്കെ കണ്ട് ഒഴിവാക്കും. എന്നിട്ട് ഈ ദുനിയാവിലുള്ള ഒരു നൈമിഷികമായ സുഖങ്ങൾ, നൈമിഷികമായ അറിയപ്പെടലുകൾ, നൈമിഷികമായ സ്വാധീനങ്ങൾ, നൈമിഷികമായ ഒരിക്കലും തന്റെ കൈവശം കാലാകാലം നിലനിൽക്കാത്ത സമ്പത്ത്, ഇതിനൊക്കെ വേണ്ടി ആഖിറം വിറ്റു തലക്കുന്ന ചില മനുഷ്യന്മാർ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, ഉലൈകല്ലദീന ഇശ്തറൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ. ആഖിറത്തിന് പകരം ദുനിയാവിനെ വാങ്ങിയ ആളുകളാണ് അവർ. ഉലൈക കൂട്ടർ അല്ലദീന ഇശ്തറു, അവർ വാങ്ങിയവരാണ് അൽ ഹയാത്തദ് ദുനിയാ, ദുനിയാവിനെ. ആരാണ് ഈ ഉലൈക കൂട്ടർ എന്ന് പറയുന്ന ആളുകൾ? അത് അവിടെ വിശദീകരിച്ചത് ബനൂ ഇസ്രായേലിനെ കുറിച്ച്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഇഞ്ചീലിലും തൗറാത്തിലും പഠിപ്പിക്കപ്പെട്ടതാണ് ഈ ഒരു ഇടപാട്. ദുനിയാവിനെ നിങ്ങൾ പരിമിതമാക്കിക്കൊള്ളൂ, ദുനിയാവിൽ നിങ്ങൾ സഹിച്ചുകൊള്ളൂ, ത്യജിച്ചുകൊള്ളൂ, ദുനിയാവിലെ നിയമങ്ങൾ, പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ പാലിച്ചുകൊള്ളൂ. ആഖിറത്തിലെ സ്വർഗമുണ്ട്, നരകമോചനമുണ്ടെന്ന അള്ളാഹുവിന്റെ കരാർ, ആ വാഗ്ദാനം അത് പണ്ട് ബനൂ ഇസ്രായേലിയർക്ക് നൽകിയതാണ്. അത് വിശദീകരിക്കുന്നിടത്താണ് അള്ളാഹ് ഇത് പറയുന്നത്. എന്താണ് ബനൂ ഇസ്രായേലിയരുമായി റബ്ബുണ്ടാക്കിയ കരാറ്? അതേ കരാറ് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 83 മുതൽ താഴേക്കുള്ള വചനങ്ങളിലൂടെ ബനൂ ഇസ്രായേലുമായി കൊണ്ട് അള്ളാഹു കരാറുണ്ടാക്കി. എന്താണ്? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, ലാ തഅബുദൂന ഇല്ലല്ലാഹ്,
അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, ആരാധിക്കുവാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, അവരോട് ഏറ്റവും നല്ല നിലയിൽ നിങ്ങൾ വർത്തിക്കണം. വദിൽ ഖുർബാ, അടുത്ത ബന്ധുക്കളോട്. അടുത്ത ബന്ധു? ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മക്കൾ മാതാപിതാക്കളോട്, മാതാപിതാക്കൾ മക്കളോട്, ജ്യേഷ്ഠാനുജന്മാർ, അടുത്ത ബന്ധത്തിലുള്ള ആളുകളൊക്കെ ഇഹ്സാനോടുകൂടി വർത്തിക്കണമെന്നത് ബനൂ ഇസ്രായീലരുമായി റബ്ബുണ്ടാക്കിയ കരാറ്. ആ കരാറ് നമുക്കും ബാധകമാണ്. വബിൽ വാലിദൈനി ഇഹ്സാനൻ വദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ, ആ ഇഹ്സാൻ പ്രകടിപ്പിക്കേണ്ടത് യതീമുകളോടും, ആ കൂട്ടത്തിൽ അത് ഉൾപ്പെടും. വൽ മസാകീന, ദരിദ്രരും അതിൽ ഉൾപ്പെടും. വഖൂലു ലിന്നാസി ഹസ്നാ, ജനങ്ങളോട് ഹസ്ന്, നല്ല നിലയിൽ സംസാരിക്കണം, നല്ല വാക്കുകൾ പറയണം. വഖീമുസ് സ്വലാത്ത് വആതു സകാത്ത്, നിങ്ങൾ നമസ്കരിക്കണം, നമസ്കാരം നിലനിർത്തണം, നിങ്ങൾ സകാത്ത് നൽകണം. ഇതൊക്കെ ബനൂ ഇസ്രായീലരായിട്ട് ഉണ്ടാക്കിയ കരാറ്. പക്ഷേ സുമ്മ തവല്ലൈതും, പിന്നെ ആളുകൾ തിരിഞ്ഞുപോയി. ഈ കരാറുകളൊക്കെ ആളുകൾ ലംഘിച്ചു. തൊട്ടടുത്ത ആയത്തിൽ കാണാം, വൈദ അഖദ്നാ മീസാഖകും ലാ തസ്ഫിഖൂന ദിമാഅകും, നിങ്ങൾ പരസ്പരം ചെയ്യാൻ പാടില്ല, രക്തം ചിന്താൻ പാടില്ല എന്നുള്ളത്. വലാ തുഖ്രിജൂന അൻഫുസകും മിൻ ദിയാരികും, നിങ്ങളുടെ ആളുകളെ വീടുകളിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്ന് കുറെ കരാറുകൾ. ഇത് മുഴുവൻ ലംഘിച്ചു. അള്ളാഹുവുമായി ഒരു കച്ചവടം ഏർപ്പെട്ട് ആ കച്ചവടത്തിലുണ്ടായ കരാറുകളെ, വാഅദുകളെ, അഹദുകളെ അത് ലംഘിച്ചു. അവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ഉലൈകല്ലദീന ഇസ്തറൂ ഫിൽ ഹയാത്തിദ് ദുനിയ ഉലൈകല്ലദീന ഇസ്തറൂ അൽ ഹയാത്തിദ് ദുനിയ ബിൽ ആഖിറ, ആഖിറത്തിന് പകരമായി കൊണ്ട് ദുനിയാവിനെ വാങ്ങിയ ആളുകൾ. ഒരു ദുനിയാവിന്റെ എന്താണോ സുഖം, ആ സുഖത്തിന്റെ പിറകെയാണ് അവർ പോയത്. സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹ് വീണ്ടും പറയുന്നു, ഉലൈക അല്ലദീന ഇസ്തറൂ അൽ-ളലാല ബിൽ ഹുദാ, ഹുദക്ക് പകരം ളലാലത്തിനെ സ്വീകരിച്ച ആളുകൾ. ഹുദ മുമ്പിൽ കിട്ടി, എന്നിട്ട് അതിനെ നഷ്ടപ്പെടുത്തുക, എന്നിട്ട് ളലാലത്തിന് തൗഹീദ് കിട്ടി, എന്നിട്ട് ആ തൗഹീദിൽ പാലിക്കേണ്ട മര്യാദകളും ആദാബുകളും ഒന്നും പാലിക്കാതെ ശിർക്കിന്റെ ലാഞ്ചനകളുള്ളതും സൂചനകളുള്ളതും നേർക്കുനേരെ ശിർക്കായി മാറുന്നതുമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് പരലോകം നശിപ്പിച്ച് കളയുക. ഇങ്ങനെ ചില ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ഈ കാര്യം ആവർത്തിച്ച് പറയുന്ന ഒരു വസ്തുതയാണ്. ദലാലത്ത് സ്വീകരിച്ച ആളുകൾ ഹുദക്ക് പകരം ആഖിറത്തിനെ നഷ്ടപ്പെടുത്തി ദുനിയാവിനെ സ്വീകരിച്ച ആള് കേവലം ചില അംഗീകാരങ്ങൾ, കേവലം ചില അറിയപ്പെടലുകൾ. നബിദിന ഘോഷയാത്ര നയിക്കുന്നത് മഹാബലിൻ. അങ്ങനുണ്ട്. വലിയ അഭിമാനത്ത് പറയാ, വലിയ അഭിമാനായിട്ട് പറയാ, മുസ്ലിമായി ജനിച്ച് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് മുതൽ അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലയും കേട്ട് മദ്രസയിൽ പഠനം നടത്തി, പള്ളി ദർസുകളിൽ പഠനം നടത്തി, അധ്യാപകരായി, മുദരിസുമാരായി, ഖതീബുമാരായി, മതപുരോഹിതന്മാരായി ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ആളുകള് അഭിമാനത്തോടു കൂടി പറയാ, അമ്പലങ്ങളുടെ വഴികളിലൂടെ നബിദിന ഘോഷയാത്രകൾ നടത്തുമ്പോ ആളുകള് അമ്പലത്തിലേക്ക് തിരിഞ്ഞു നിന്ന് സല്യൂട്ട് നടത്തി. വലിയ അഭിമാനം, എന്തോ പുണ്യം ചെയ്ത പോലെ. ഇവർക്ക് അറിയുന്നില്ല, ഒന്നുകിൽ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ആഖിറം കച്ചവടം ചെയ്യാണെന്നുള്ളത്. ആഖിറമാണ് വിൽക്കുന്നത്. കേവലം ചില വൈറലുകളാകുന്ന വീഡിയോസ് അതിൽ അഭിരമിച്ച്, അതിൽ ആനന്ദം കൊണ്ട്, അതിൽ സുഖിച്ചിങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകൾ. അള്ളാന്റെ മക്കയിലെ പ്രബോധന പ്രവർത്തനങ്ങൾ അവിടുത്തെ മുശ്രിക്കിന് താങ്ങാൻ കഴിയാതെ വന്നപ്പോ ആളുകൾ ഒന്നൊന്നായി ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ഒഴുകുന്നത് കണ്ടപ്പോ അവരൊരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി വന്നു. പൊന്നാര മുഹമ്മദേ, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാം. ആ വിഗ്രഹത്തിനൊക്കെ ഒന്ന് കാണുമ്പോ ഒന്ന് ഇസ്തിലാം ചെയ്തിട്ടേ ഒന്ന് സല്യൂട്ട് അടിച്ച് പോയാൽ മതി. ആരാധിക്കണ്ട, തൊഴുതു നിൽക്കണ്ട, തവക്കുലാക്കണ്ട, ഇബാദത്തുകൾ ഒന്നും നിർവഹിക്കണ്ട, വെറുതെ ഒന്ന് കണ്ടു എന്ന് വരുത്തിയാൽ മതി. എന്റെ അള്ളാനെ ഞങ്ങളും പ്രാർത്ഥിച്ചോളാം, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോവാം. വിശുദ്ധ ഖുർആൻ 109 സൂറത്ത്, ആ സൂറത്ത് അവതരിക്കുകയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അഅ്ബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. കാഫിറുകളെ എന്നാ വിളിച്ചത്, മക്കത്തെ മുശ്രിക്കിനെ വിളിച്ചതാ. ഈ സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളുകൾക്കൊക്കെ ബാധകമാണ് ആ വിളി. നിങ്ങൾ ആരാധിക്കുന്നവയെ
ഞാൻ ആരാധിക്കൂല. മാഅബുദ്, എന്താ മാ എന്ന് പറഞ്ഞ ഭാഷാ നിയമപ്രകാരം അവർ ആരാധിക്കുന്ന ആരാധനാ രീതികളെ സല്യൂട്ട് ചെയ്യല്, ഇസ്ലാം ചെയ്യല്, തൊട്ട് നമിക്കൽ ആരാധനാ രീതിയിൽപ്പെട്ടതാണ്. എന്തൊക്കെ ആരാധനാ രീതികൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ആ ആരാധനാ രീതികളൊന്നും ഞാൻ സ്വീകരിക്കുകയില്ല. അതാണ് ആ മാ എന്നുള്ള ഹർഫിന്റെ അക്ഷരത്തിന്റെ അർത്ഥം. രണ്ടർത്ഥമുണ്ട്. നിങ്ങൾ ആരെയൊക്കെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ, കല്ലാവട്ടെ, മരമാവട്ടെ, ഖബറാവട്ടെ, എന്താവട്ടെ, അതിനെ ഒന്നിനെയും ഞാൻ ഇബാദത്ത് ചെയ്യുകയില്ല. അവരോട് പറയണമെന്ന ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മുടെ മതം എന്ന്. വിശുദ്ധ ഖുർആനിലെ ഒരു പക്ഷിയുടെ കഥ പറയുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജാധികാരം കൊണ്ടും നുബുവത്ത് കൊണ്ടും ഒട്ടനവധി മുഅ്ജിസാത്ത് കൊണ്ടും അനുഗ്രഹീതനായ പ്രവാചകൻ. ആ പ്രവാചകന്റെ സൈന്യത്തിൽ, രാജാവിന്റെ സൈന്യത്തിൽ പക്ഷി മൃഗാദികൾ, ജിന്നുവർഗം എല്ലാവരും ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ മിലിറ്ററിയെ പരേഡ് പരിശോധിക്കാം. സൂറത്ത് നംലിന്റെ 20 മുതൽ താഴേക്കുള്ള ആയത്തുകൾ. മിലിറ്ററി ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോ, സൈന്യത്തെ, പട്ടാളത്തെ ചെക്ക് ചെയ്യുമ്പോ അവിടെ ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷിയെ കാണാനില്ല. നാം കാണുന്നില്ലല്ലോ ഹുദ്ഹുദിനെ, നമ്മ വിട്ടുപോയോ? അംകാന മിനൽ ഗായിബീൻ, അപ്രത്യക്ഷനായി പോയ ആള്. സൈന്യത്തിലുള്ള ആ പരിശീലനവും ജോലിയൊക്കെ മടുത്തിട്ട് ആള് മുങ്ങിയതാണോ എന്ന അർത്ഥത്തിലുള്ള ചോദ്യം. ലഉഅദിബന്നഹു അദാബൻ ശദീദൻ ഔ ലഅദ്ബഹന്നഹു ഔ ലയഅതിയന്നനി ബിസുൽത്താനിൻ മുബീൻ. എന്തിനാണ് ഈ സാന്നിധ്യം അറിയിക്കാതെ വിട്ടുപോയത് എന്ന് കൃത്യമായ ഒരു സുൽത്താനും മുബീൻ, വ്യക്തമായ തെളിവ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ശക്തമായ ശിക്ഷക്ക് നാം വിധേയമാക്കും, അല്ലെങ്കിൽ നാം അറുത്തു കളയുക തന്നെ ചെയ്യുമെന്ന്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ, അധികമൊന്നും സമയമെടുക്കാതെ തന്നെ, കുറച്ച് കഴിഞ്ഞപ്പോ ഹുദ്ഹുദ് വന്നിട്ട് സുലൈമാൻ നബിയോട് പറഞ്ഞത്, താങ്കൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ന്യൂസ്, ആ ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നത്. എന്താണ് ന്യൂസ്? എന്താ? ഇന്നി വജത്തു ഇംറഅതൻ, ഒരു സ്ത്രീയെ, ഒരു മഹദിയെ ഞാൻ കണ്ടിരിക്കുന്നു. തംലികുഹും, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുലൂക്കിയത്ത്, രാജാധികാരം നൽകിയിട്ട് മറ്റൊരു പ്രദേശത്ത് ഒരു രാജ്ഞിയുണ്ട്, അവരെ ഞാൻ കണ്ടു. വഊതിയതു മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ അളീം. കുറേ കാര്യങ്ങൾ, ഒരുപാട് ഖൈറാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ നല്ല കാര്യങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. അവർക്കൊരു വലിയ സിംഹാസനമുണ്ട്. വജത്തുഹാ ഖൗമഹാ, അവളെയും അവളുടെ ജനതയെയും നാം കണ്ടിരിക്കുന്നു. യസ്ജുദൂന ലിശംസ്, സൂര്യന് സുജൂദ് ചെയ്യുന്ന ആളുകൾ. മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ വിട്ട് സൂര്യാരാധന നടത്തുന്ന ബഹുദൈവ വിശ്വാസികളായ ഒരു സമൂഹമാണ് ആ സമൂഹം. വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, അടിവരട ആ പദം കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, അവരുടെ പ്രവർത്തനത്തെ ശൈത്താൻ അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തിരിക്കുന്നു. സൂര്യന് അവർ ആരാധന നടത്തുന്ന, ശിർക്ക് ചെയ്യുന്ന പ്രവർത്തനം അതൊരു മോശമാണ് എന്ന് അവർക്ക് തോന്നുന്നില്ല, അത് നന്നായി, ഉഷാറായി എന്നാണ് അവർക്ക് തോന്നുന്നത്. ഈ പക്ഷിയുടെ ബോധം പോലും ഇല്ലാത്തവരായി ഈ ഉമ്മത്തിലെ മതപുരോഹിതന്മാരെ മാറിയിട്ടുണ്ട്. തങ്ങൾ ചെയ്യുന്ന ശിർക്കിന്റെ പ്രവർത്തനം അതൊരു ശിർക്കായ പ്രവർത്തനമാണ്, മതം വിരോധിച്ച പ്രവർത്തനമാണ്, ഖുർആൻ വിലക്കിയതാണ്, ആഖിറത്തിനെ വിറ്റ് തൊലക്കലാണ്. ദുനിയാവിലെ കേവലം ഒരു 2 ദിവസമോ 3 ദിവസമോ ആ വീഡിയോന്റെ ഒരു പ്രചരണം, അപ്പൊ കിട്ടുന്ന ഒരു സുഖം, ഇതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് തിരിച്ചറിയേണ്ട ഒരു ബോധം, ഇത് ശൈത്താൻ ഉണ്ടാക്കുന്ന ഒരു സീനത്ത് കാണിച്ചു കൊടുക്കലാണ് എന്ന് ഹുദ്ഹുദിന് തോന്നിയ ബോധം പോലും ഇല്ലാത്ത ഒരു നേതാക്കന്മാരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ നയിക്കുന്ന ഒരു ഖൗമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവുണ്ടാവണം. എൻ്റെ സഹോദരന്മാരോട് ഈ സന്ദർഭത്തിൽ എനിക്ക് ശക്തമായ ഭാഷയിൽ നൽകുവാനുള്ള വസിയ്യത്ത്, ഒരിക്കലും നമ്മുടെ ഈമാനിനെ, നമ്മുടെ തൗഹീദിനെ,
നമ്മുടെ കൈ മുതലായുള്ള നമ്മുടെ ഹിദായത്തിനെ അത് വിറ്റ് അത് നഷ്ടപ്പെടുത്തി ആഖിറം നഷ്ടപ്പെട്ടു പോകുന്ന, ദുനിയാവിനെ വിലക്ക് വാങ്ങി ആഖിറത്ത് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് മുഖേന നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഫൗസുൽ അളീം എന്ന് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയ ആ ഒരു നന്മ അത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. അള്ളാഹുവുമായി ഒരു നല്ല കരാറിൽ ഏർപ്പെടാൻ എല്ലാവരും സന്നദ്ധരാവണം, ശ്രദ്ധിക്കണം എന്ന് വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്ന അഖീദയെ, വിശ്വാസത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു തൗഹീദിൽ ഉറച്ചു നിന്ന് ഒരിക്കലും ആഖിറം നഷ്ടപ്പെടാത്ത വിധം ദുനിയാവില് ജീവിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ റബ്ബുനാ വയർദാ. യാ അയ്യുഹന്നാസ് ഊസികും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരി സഹോദരങ്ങളെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. സമൂഹം ശിർക്കിലേക്ക്, ബിദ്അത്തുകളിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക്, ഹറാമിലേക്ക് ഒഴുകിപ്പോകുമ്പോൾ ഈ ശബ്ദം ഇങ്ങനെ ഒച്ചങ്ങനെ കേൾക്കുന്ന ആളുകൾ ഒരു വലിയ ബാധ്യതയുണ്ട് എൻ്റെയും നിങ്ങളുടെയും മേൽ. അത് ദഅവത്താണ്, പ്രബോധന പ്രവർത്തനമാണ്, അറിയിച്ചു കൊടുക്കലാണ്. ഇത് ശരിയല്ലെന്ന് പറയാനുള്ള, എവിടുന്ന് തുടങ്ങണോ ആദ്യം അവനവനെ ശരിയാക്കണം. എന്തെങ്കിലുമൊക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആസ്വാദനങ്ങളിലേക്ക് അത് നിർവഹിക്കുമ്പോൾ പരലോകം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ തൻ്റെ ജീവിതത്തിലുണ്ടോ? താൻ അള്ളാഹുമായുള്ള ആ കച്ചവട കരാർ എത്രമാത്രം പൂർത്തീകരിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചു. 2, ശിർക്കിന്റെ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലും ബിദ്അത്തുകളിലും കഴിഞ്ഞുകൂടുന്ന വാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താക്കന്മാര്, മക്കള്, ജ്യേഷ്ഠാനുജ സഹോദരന്മാർ, അയൽവാസികള്, നാട്ടുകാര്, ഇവരോടൊക്കെ അരുത് അരുത് എന്ന് പറയേണ്ട ഒരു ബാധ്യത ഓരോ വ്യക്തിയിലും നിർബന്ധമാണ് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകും. എല്ലാവരോടും ഞാൻ വസിയത്ത് ചെയ്യാം, അവനവന്റെ കുടുംബത്തിൽ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ, പരലോകത്തെ വിറ്റ് ദുനിയാവ് സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അരുത് മോനെ എന്ന് വളരെ സൗമ്യമായി പറയാൻ നോഹ് നബി മോനോട് പറഞ്ഞതുപോലെ, ഇബ്രാഹിം നബി വാപ്പാനോട് പറഞ്ഞതുപോലെ, ലൂത്ത് നോഹ് അലൈഹിമുസ്സലാം അവര് ഭാര്യമാരോട് പറഞ്ഞതുപോലെ കുടുംബത്തോടൊന്ന് പറയാൻ റസൂലുള്ളാഹിനോട് അള്ളാഹ് പറഞ്ഞില്ലേ, വഅൻദിർ അശീറതകൽ അഖറബീൻ, നിന്റെ അടുത്ത ബന്ധുക്കൾക്ക്, കുടുംബത്തിന് നീ താക്കീത് നൽകണം. നമ്മൾ ഒരുപാട് പലതും നേരം എടുത്ത് സംസാരിക്കുന്നു. ഈ സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും മൂല്യമേറിയ വാക്ക് അതേത് വാക്കാ? വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്ത് ഫുസ്സിലത്തിന്റെ 33-ാമത്തെ ആയത്തിലൂടെ വമൻ അഹ്സനു ഖൗലൻ, ഏറ്റവും നല്ല അഹ്സനായ ഖൗല് പറയുന്നവൻ ആരാ ഉള്ളത്? മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ. മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്ന വാക്ക് പറയുന്നവനേക്കാൾ വേറെ വാക്ക് പറയുന്നവൻ ആരാ ഉള്ളത്? കച്ചവടത്തിന് വേണ്ടി കുറെ വർത്താനം പറയുന്നു, കുടുംബപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കുറെ വർത്താനം പറയുന്നു, ശാസനകളുണ്ട്, ഉപദേശങ്ങളുണ്ട്, പല വർത്താനം പറയുന്നുണ്ട്. റബ്ബിലേക്ക് ക്ഷണിക്കുന്ന, സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന, ആഖിറത്തിലേക്ക്, മോചനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള സംസാരം, വാക്ക് പറയുന്ന ആളുകൾ അരുതെന്ന് പറഞ്ഞ് ഒരാളുടെ കൈയൊന്ന് പിടിക്കാൻ, കുടുംബത്തിൽ ഒരുത്തന്റെ കയ്യുമൊരു കറുത്ത കെട്ട് കണ്ട അതെന്താ മോനെ ചെയ്യാൻ പാടില്ലെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആക്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, വൈകാരികത മറികടക്കാൻ പാടില്ല. പക്വമായി ബിൽ ഹിക്മത്തി വൽ മൗഇള എന്ന ഖുർആൻ പറഞ്ഞ ദഅവത്ത് നടത്തുമ്പോൾ ഹിക്മത്തും മൗഇളത്തും വേണം. മൗഇളത്തു വഅള, സദുപദേശം, നല്ല ഉപദേശം, നല്ല വിവരം മുമ്പിൽ വെച്ചുകൊണ്ട് അതിനെന്തെങ്കിലും ന്യായം പറഞ്ഞത് അങ്ങനെയല്ല എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള വിവരം വേണം, ഹിക്മത്ത് വേണം, മൗഇളത്ത് വേണം, ക്ഷമ വേണം. പ്രബോധകന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട കുറെ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് പ്രബോധന രംഗത്ത് അത് എല്ലാവരും അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നിട്ട് വയലു പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അതിനൊന്നും കഴിയില്ല. പക്ഷെ അവനാന്റെ വീടൊക്കെ നന്നാക്കാൻ, ഭാര്യയും മക്കളും വാപ്പിയും ഉമ്മയുള്ള ഒരു കുടുംബം നന്നാക്കാൻ ഒരുവിധ ആളുകൾക്കൊക്കെ സാധിക്കും. നന്നാകാതെ പോണത് നേരം വെളുത്ത് നമ്മൾ ഇങ്ങോട്ട് പോരും, നമ്മളവിടെ പോവും, കിടക്കും, പിന്നെ അങ്ങോട്ട് പോരും, പിന്നെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് സമൂഹം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒറ്റ മനുഷ്യനിൽ നിന്ന്
100 കോടിയിലധികം വരുന്ന ഈ ഉമ്മത്ത് അതിങ്ങനെ വളർന്നത് ഈ ദഅവത്തിന്റെ പല 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 രീതി ശാസ്ത്രങ്ങൾ അവലംബിച്ചതിന്റെ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രബോധന രംഗത്ത് സജീവർ, പ്രത്യേകിച്ച് നമ്മുടെ വരും തലമുറയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ മതവിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി നമ്മൾ നടത്തപ്പെടുന്ന വ്യത്യസ്തങ്ങളായ പഠന സംരംഭങ്ങൾ ഇവിടെ എല്ലാ ഞായറാഴ്ചയും CRE കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ മദ്രസ കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള മതം പഠിക്കാനുള്ള സംവിധാനം നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ 8, 9, 10 +1 +2 ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ, ഈ കുട്ടികളെ സ്കൂളിൽ 2 കാര്യങ്ങള് പണ്ടൊക്കെ രക്ഷിതാക്കൾ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു കുട്ടികളിൽ. ഇന്ന് രക്ഷിതാക്കൾക്കല്ല സ്വാധീനം, ഇന്ന് സ്വാധീനം സോഷ്യൽ മീഡിയ ആരുപയോഗിക്കുന്നു അതിൻ്റെതായ സ്വാധീനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. ഞാൻ സ്വന്തമായിട്ട് ഫോൺ ഇല്ലാത്തവനാണെങ്കിലോ ആ ഫോൺ കണ്ട് സ്വാധീനം ചെലുത്തിയവൻ ഓന്റെ ക്ലാസ്സിലുണ്ട്, കൂട്ടുകാര് സ്കൂളിലും കോളേജിലും ഒക്കെ. അവിടെ ആ കുട്ടികൾക്ക് എന്താണ് ദീനെന്നും എന്താണ് ആഖിറത്തെന്നും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ സുപ്രധാനമായ പ്രോഗ്രാമുകളിൽ ഒന്നാണ് പ്രോഫ്കോൺ എന്ന് പറയുന്നത്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, പ്രൊഫഷണൽ കലാലയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ സമ്മേളനം അടുത്ത മാസം വരാനിരിക്കുന്നുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങളൊക്കെ പുറത്തു നടക്കുന്നത്. നമ്മുടെ കുട്ടികളെ, സ്വന്തം മക്കളെ, ജ്യേഷ്ഠാഞ്ചന്മാരെ മക്കളെ, അയൽവക്കത്തുള്ള മക്കളെയൊക്കെ അതിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നല്ല ഉത്തമമായ ഒരു സമൂഹം, ഫൽതകും മിൻകും ഉമ്മ, ഒരു നല്ല ഉമ്മത്ത് നിങ്ങൾ ഉണ്ടാവണം. ആ ഉമ്മത്തിന്റെ ക്വാളിറ്റി ഒക്കെ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ഖൈർ പറയുന്ന, നന്മ ഉപദേശിക്കുന്ന ഒക്കെ ആളുകളായി മാറുന്ന ഒരു സമൂഹത്തിന്റെ ഉൽപാദനം, അതിന്റെ പ്രക്രിയയിൽ നമ്മുടേതായ പങ്കാളിത്തം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ അഹ്കാമുകൾ, ദീനി നിയമങ്ങൾ, റബ്ബുമായുള്ള കരാറുകൾ അത് പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അത് മുഖേന അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഫൗസുൽ അളീം, ഏറ്റവും മഹത്തായ ഉന്നതമായ വിജയം അത് കരസ്ഥമാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണ വാർത്തകൾ ആളുകൾ അറിയിച്ചിട്ടുണ്ട്. മരിച്ച ആളുകൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇന്നലെയും ഞാനുമായി മരിച്ച ആളുകൾ, ഇന്ന് മരിച്ച ആളുകൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവന്റെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മരണപ്പെട്ട വീടുകളിലുള്ള ആളുകൾക്കെല്ലാം ക്ഷമയും സ്ഥൈര്യവും പിടിച്ചു നിൽക്കാനുള്ള കരുത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത يا رب العالمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الكفر والكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.